മോഹന രാഗത്തിലുള്ള വർണ്ണത്തിൻ്റെ ചരണസ്വരങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ സ്വരം പഠിച്ചു. ഇനി രണ്ടാമത്തെ സ്വരം ഒരു താളവട്ടമാണ്. ഗ ഗ രി ഗ രി സ രി ഗ ഗ പ ദ ദ സ രി ഗ ഗ ഗ ദ പ ഗ രി ഗ ഗ സ ദ പ ഗ രി. ഈ താളവട്ടം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ 3, 5, 3, 5 ആയിട്ട് 8 അക്ഷരങ്ങളുടെ 4 ഭാഗമാണ് ഇതിനകത്തുള്ളത്. ഗ ഗ രി ഗ രി സ രി ഗ ഗ പ ദ ദ സ രി. ഈ പ ദ ദ എന്നുള്ളത് മന്ത്രസ്ഥായിലാണ്. പിന്നെ ഗ ഗ ഗ ദ പ ഗ രി ഗ ഗ സ ദ പ ഗ രി. ഇങ്ങനെ 3, 5, 3, 5 ആയിട്ട് പോകുന്നതാണ്. എല്ലാത്തിൻ്റെയും തുടക്കം ഗാന്ധാരമാണ്. ഗ ഗ രി ഗ രി സ രി ഗ ഗ പ ദ ദ സ രി ഗ ഗ ഗ ദ പ ഗ രി ഗ ഗ സ ദ പ ഗ രി സന്നൂത. ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് വായിക്കുക. ഇത് 2-3 രീതിയിൽ വായിക്കാം. നമുക്ക് സാധാരണ ട്രഡീഷണലായിട്ട് വായിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. 3, 5. ഗ ഗ രി ഗ രി സ രി. പിന്നെ ഗ ഗ പ ദ ദ സ രി. ഗ ഗ എന്നുള്ളത് ആദ്യത്തെ കമ്പിയിലും പ ദ ദ എന്നുള്ളത് രണ്ടാമത്തെ കമ്പിയിലും. സരി ആദ്യത്തെ കമ്പിയിൽ വായിക്കണം. പ ദ ദ സരി. അടുത്ത ഗ ഗ ഗ ദ പ ഗ രി. ഈ വായിക്കുമ്പോൾ ഗ ഗ ഗ ദ പ വായിക്കുമ്പോൾ 4 മീറ്റ് ഗാല വരും. ഗ ഗ ഗ കഴിഞ്ഞിട്ട് ദ പ ഗരിയുടെ മീറ്റ് ഗാല തന്നെ വരും. ഈ ദപ വായിക്കുമ്പോൾ ഗ എന്ന് പോണം. ദപ എന്നാണ് വരിക. ഒന്നുകൂടി. ഗ ഗ ഗ ദ പ ഗ രി. പിന്നെ 3, 5 വരുമ്പോൾ ഗ ഗ സ ദ പ ഗ രി. അതും നമ്മൾ 2 രീതിയിൽ വായിക്കാം. ഗ ഗ പിന്നെ സ എന്ന് തുടങ്ങിയിട്ട് വായിക്കാം. ഇന്നും വായിക്കാം. അല്ലെങ്കിൽ ആ സ എന്നുള്ളത് ദൈവതത്തിൽ തള്ളി വായിക്കാം. അത് ഗ എന്ന് പോകും. ഇന്നും വായിക്കാം. ദൈവതത്തിലെ ഷഡ്ജം വായിക്കുന്നതാണ് ഭംഗി. പക്ഷെ അത് കിട്ടുന്നവർ സാ മെട്ടിൽ തന്നെ വായിക്കാം. ഇന്നും വായിക്കാം. ഇന്നും വായിക്കാം.
ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്വരം പ ദ ദ പ ഗ രി സ രി ഗ രി സ ദ സ രി ഗ പ ദ സ സ ദ പ ഗ രി. ഇതാണ് മൂന്നാമത്തെ സ്വരം. ഇതിലും നമ്മൾ നോക്കിയാൽ മോഹനരാഗത്തിലുള്ള നല്ല പ്രയോഗങ്ങൾ 2 സ്വരം 3 സ്വരം 4 സ്വരമായിട്ട് വരുന്നതാണ്. പ ദ ദ പ ഗ രി സ രി ഗ രി സ ദ. ദ മാത്രം രണ്ടാമത്തെ കമ്പിൽ വായിക്കുക. സാ രി ഗ പ ദ. ഒന്നുകൂടി. സ സ ദ പ ഗ രി. പ ദ ദ പ ഗ രി സ രി ഗ രി സ ദ സ രി ഗ പ ദ സ സ ദ പ ഗ രി. ഇതാണ് മോഹനരാഗത്തിൻ്റെ വർണ്ണത്തിൽ രണ്ടാമത്തേതും മൂന്നാമത്തേതും ചരണ സ്വരങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. നാലാമത്തേതും അവസാനത്തേതായ ചരണസ്വരം 2 താളവട്ടമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.